ഇടയന്മാർ ഈശോയെ ആരാധിക്കുന്നു. 1944 ജൂൺ 7 പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ തലേ ദിവസം സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ ഈശോയുടെ സാന്നിധ്യത്തിൽ എഴുതുന്നു. ഈശോ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, പൂർണ്ണമായും എനിക്ക് വേണ്ടിയാണ്. ഒരു ദീർഘകാലത്തിന് ശേഷം ഈശോ എനിക്ക് വേണ്ടി തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങ് പറയുമായിരിക്കും, അതെങ്ങനെ? നീ ഒരു മാസത്തോളം അവിടുത്തെ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നിട്ടും നീ പറയുന്നു ഒരു ദീർഘകാലത്തിന് ശേഷമാണ് ഈശോ നിൻ്റെ പക്കൽ വരുന്നതെന്ന്. ഞാൻ വീണ്ടും അതിന് മറുപടി പറയാം. ഇത് വാക്കാലും കത്തുവഴിയും ഞാൻ അനേകം പ്രാവശ്യം അങ്ങയോട് പറഞ്ഞിട്ടുള്ളതാണ്. കാണുന്നതും കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും എനിക്ക് വേണ്ടി മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ കാര്യത്തിൽ ഞാൻ നിരീക്ഷകനാണ്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ഞാൻ ആവർത്തിക്കുന്നു. അവ എനിക്ക് സന്തോഷം തരുന്നു, കാരണം അവ വളരെ സന്തോഷദായകമാണ്. എന്നാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ബാഹ്യതലത്തിലുള്ള ഒരു സന്തോഷമാണ്. എനിക്ക് അനുഭവപ്പെടുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ ഈ വാക്കൊട്ടും പര്യാപ്തമല്ല. എന്നാൽ മെച്ചമായ ഒരു വാക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സന്തോഷം ഒരു പുസ്തകം വായിക്കുമ്പോഴോ മനോഹരമായ ഒരു കാഴ്ച കാണുമ്പോഴോ ഉള്ള സന്തോഷം പോലെയാണ്. ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കുന്നു, അത്ഭുതം തോന്നുന്നു, അതിൻ്റെ മനോഹാരിതയിൽ ആനന്ദിക്കുന്നു. എന്നിട്ട് ചിന്തിക്കുന്നു, ആ ആളിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. രണ്ടാമത്തെ കാര്യത്തിൽ, അതായത് എനിക്കായി മാത്രം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ ആൾ ഞാൻ തന്നെയാണ്. കേൾക്കുന്ന വാക്ക് എനിക്ക് വേണ്ടി തന്നെയാണ്, കാണുന്ന ആൾ എനിക്ക് വേണ്ടി തന്നെയാണ്. അവനും ഞാനും, അല്ലെങ്കിൽ മേരിയും ഞാനും, അഥവാ ജോണും ഞാനും ജീവനുള്ള യാഥാർത്ഥ്യമായ സത്യമായ പരസ്പരം അടുത്തുള്ള സാന്നിധ്യം എൻ്റെ മുമ്പിൽ സിനിമയിൽ എന്ന പോലെ കാണുകയല്ല. പിന്നെയോ എൻ്റെ കിടക്കക്കരിയിലും മേശയിലോ കസേരയിലോ ചാരിയും മുറിയിൽ കൂടെ നടന്നും ഇരുന്നും എഴുന്നേറ്റും സാധാരണ ആളുകൾ ചെയ്യാറുള്ളത് പോലെ എല്ലാം ചെയ്യുന്നവർ, എൻ്റെ അതിഥികളെപ്പോലെ പെരുമാറുന്നവർ. ഇത് എല്ലാവർക്കും വേണ്ടി എനിക്ക് ലഭിക്കുന്ന ദർശനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതെല്ലാം എൻ്റേതാണ്. ഈശോ ഇന്നിവിടെ വന്നിരിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ ഇന്നലെ ഉച്ചകഴിഞ്ഞു മുതൽ ഇവിടെയുണ്ട്. പതിവായി കാണുന്ന വെള്ളക്കമ്പിളി വസ്ത്രമാണ്, ദന്തനിറമായ വെള്ളവസ്ത്രം. ഘനത്തിലും നിറത്തിലും സ്വർഗത്തിൽ അവിടുന്ന് ധരിക്കുന്ന മഹത്വമേറിയ വസ്ത്രത്തിൽ നിന്നും വളരെ വ്യത്യാസമുള്ളത്. സ്വർഗത്തിൽ അവിടുത്തെ വസ്ത്രം പദാർത്ഥമല്ലാത്ത തുണി കൊണ്ടുണ്ടാക്കിയതാണ്. പ്രകാശം പോലെ വെണ്മയേറിയ നൂലുകൊണ്ട് നിർമ്മിച്ചാലെന്ന പോലെ അത്ര ധവളമാണ്. ഈശോ ഇവിടെയുണ്ട്. ആ നീളമുള്ള കൈവിരലുകൾ പഴകിയ ദന്തനിറമുള്ളവയാണ്. നീണ്ടു സുന്ദരമായ കടുത്ത നീലിമയുള്ള കണ്ണുകളാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ളത്. മാധുര്യമേറിയ കണ്ണുകൾ. കടും ചുവപ്പ് രേഖകൾ കലർന്ന് ഇടതിങ്ങിയ കൺപീലികളുടെ നിറം കടുപ്പമേറിയ തവിട്ടാണ്. നീളമുള്ള മൃദുവായ മുടി മടക്കുകളായി കിടക്കുന്നു. പ്രകാശം തട്ടുന്ന ഭാഗം ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറം, മടക്കിനുൾഭാഗം മങ്ങിയ നിറം. അവനിവിടെയുണ്ട്, അവനിവിടെയുണ്ട്. അവനെക്കുറിച്ച് ഞാൻ എഴുതുന്നത് നോക്കി പുഞ്ചിരി തൂകുന്നു. വിയാറോഗിയോയിൽ വെച്ച് ഞാൻ ചെയ്തതുപോലെ തന്നെ. വിശുദ്ധ വാരത്തിൽ ഇതെല്ലാം അവൻ നൽകാതെയായി. അപ്പോൾ എനിക്ക് എത്ര പ്രയാസമായിരുന്നു. നിരാശയുടെ പനി പിടിച്ചാലെന്ന പോലെ ഞാൻ വിഷമിച്ചു. ഈശോ ഇല്ലെന്നു മാത്രമല്ല, അവൻ സന്നിഹിതനായ സ്ഥലത്ത് ജീവിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്നത് കൂടുതൽ ദുഃഖത്തിന് കാരണമായി. അല്ലെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, അവനവിടെ ചാരി നിന്നിരുന്നു, ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഈ സ്ഥലത്ത് കുനിഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതാണ് എൻ്റെ ബന്ധുക്കൾ മരിച്ച അതേ സ്ഥലം. ഓ, അനുഭവിച്ചറിയാതെ ആർക്കും അത് മനസ്സിലാവുകയില്ല. ഇതെല്ലാം ഒരഭിനയമൊന്നുമല്ല. ഇവയെല്ലാം ഇഷ്ടദാനങ്ങളാണെന്നും നമുക്കതിന് ഒരർഹതയുമില്ലെന്നും അവ എന്നും നിലനിൽക്കണമെന്നും പ്രതീക്ഷിക്കുന്നത് ശരിയല്ലെന്നും എല്ലാം നമുക്കറിയാം. ഈ ദാനങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ കൂടുതലായി എളിമയിൽ ആഴപ്പെടുന്നു. നമ്മുടെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് വെറുപ്പും അറപ്പും ഉളവാകുന്നു. സ്വയം ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സമ്പത്തും തികവും അപരിമേയവുമായ സൗന്ദര്യം കാണുമ്പോൾ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തും.
പിതാവേ, അങ്ങ് എന്തു വിചാരിക്കുന്നു? ഒരു മകൻ അവൻ്റെ മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കാതിരിക്കുമോ? ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കുകയില്ലേ? മരണം മൂലമോ ദീർഘകാലത്തെ അസാന്നിധ്യം മൂലമോ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കാതെ വരുമ്പോൾ അവർ വേദനിക്കുന്നില്ലേ? അവർ ജീവിച്ചിരുന്ന അതേ സ്ഥലത്ത് ജീവിക്കുന്നത് അവർക്ക് ആശ്വാസമല്ലേ? ആ സ്ഥലവും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നാൽ അവർ ഇരട്ടി ദുഃഖമല്ലേ അനുഭവിക്കൂ? അവരെ കുറ്റപ്പെടുത്താനാവുമോ? ഇല്ല. എൻ്റെ കാര്യവും ഇങ്ങനെയല്ലേ? ഈശോ എൻ്റെ പിതാവല്ലേ? എൻ്റെ ആത്മമണവാളനല്ലേ? ഏറ്റവും സ്നേഹമുള്ള പിതാവിനേക്കാൾ മണവാളനേക്കാൾ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവനല്ലേ? അങ്ങനെയാണെന്ന് എൻ്റെ അമ്മയുടെ മരണസമയത്തുണ്ടായ എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങേക്ക് തീരുമാനിക്കാൻ കഴിയും. ഞാൻ വളരെ വേദനിച്ചു. ഇപ്പോഴും ഞാൻ കരയുന്നു. കാരണം അമ്മയുടെ സ്വഭാവം പ്രത്യേക തരമായിരുന്നെങ്കിലും ഞാൻ വളരെ സ്നേഹിച്ചിരുന്നു. പ്രയാസമേറിയ ആ നിമിഷങ്ങൾ ഞാൻ തരണം ചെയ്തത് എങ്ങനെയെന്നറിയാമോ? ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഈശോ അമ്മയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മയുടെ മരണം നിമിത്തം ഇപ്പോഴാണ് ഞാൻ കൂടുതൽ സഹിക്കുന്നത്. 8 മാസം മുമ്പ് അമ്മ മരിച്ചപ്പോഴുണ്ടായതിനേക്കാൾ കൂടുതൽ വേദന ഇപ്പോഴാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം അവസാനത്തെ ഈ 2 മാസങ്ങളിൽ ഈശോ എനിക്കില്ലാതെ വന്നു. മേരിയും എനിക്കില്ല. ഇക്കാലത്ത് ഒരു നിമിഷത്തേക്ക് അവർ എന്നെ വിട്ടുപോയാൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അത്ര നിരാലംബതയാണ് രോഗിയും അനാഥയുമായി ഞാൻ അനുഭവിക്കുന്നത്. അന്നത്തെ ക്രൂരവേദനയുടെ കടുത്ത വിഷാദത്തിലേക്ക് ഞാൻ വീണ്ടും വീണുപോകുന്നു. ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് എഴുതുന്നത്. അതിനാൽ ഞാനൊന്നും അതിശയോക്തിയായോ വ്യത്യാസപ്പെടുത്തിയോ എഴുതുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ സ്വഭാവ രീതിയല്ല. അഥവാ ആണെങ്കിൽ തന്നെ അത് തുടരാൻ സാധ്യമല്ല. കാരണം ഈശോ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വഭാവ രീതിയല്ലെങ്കിലും ഈ വ്യതിചലനം ഞാനിവിടെ വരുത്തി. മേരിയുടെ ദർശനങ്ങളിൽ എൻ്റെ അഹം ഞാൻ ഒരിക്കലും ഇടയ്ക്ക് കയറ്റിയിട്ടില്ല. കാരണം അവളുടെ മഹിമകൾ തുടർച്ചയായി വിവരിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. അവളുടെ മാതൃത്വം അനുനിമിഷം അവളുടെ മഹിമയുടെ കിരീടമായിരുന്നില്ലേ? എനിക്ക് തീരെ സുഖമില്ല. എഴുതുന്നത് എനിക്കൊരു ഭാരമാണ്. കുറച്ചു കഴിയുമ്പോൾ വലുതായ ക്ഷീണം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവൾ അറിയപ്പെടുന്നതിനു വേണ്ടി, സ്നേഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ അതെല്ലാം അവഗണിക്കുന്നു. എൻ്റെ തോളുകൾ വേദനിക്കുന്നു. എൻ്റെ ചങ്ക് തളർന്നു പോകുന്നു. തല പൊളിക്കുന്ന തലവേദനയുണ്ടോ? പനി കൂടി വരികയാണോ? അതൊന്നും സാരമില്ല. മേരി അറിയപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണയും അവളുടെ ദയയും നിമിത്തം മനോഹരിയും വാത്സല്യം നിറഞ്ഞവളുമായ അവളെ ഞാൻ കാണുന്നുണ്ടല്ലോ. എനിക്കതുമാത്രം മതി. കുറേ കഴിഞ്ഞ് വളരെ വിസ്തൃതമായ ഒരു നാട്ടിൻപുറം ഞാൻ കാണുന്നു. ചന്ദ്രൻ അത്യുച്ച നിലയിൽ നക്ഷത്രനിബിഡമായ ആകാശത്തിലൂടെ ശാന്തമായി യാത്ര ചെയ്യുന്നു. നക്ഷത്രങ്ങൾ കടും നീല വെൽവെറ്റ് മേൽക്കട്ടിയിൽ പതിപ്പിച്ചിരിക്കുന്ന വജ്രക്കല്ലുകൾ പോലെ കാണപ്പെടുന്നു. ചന്ദ്രൻ അവയുടെ നടുവിൽ തൻ്റെ വലിയ മുഖം കാണിച്ച് പുഞ്ചിരി തൂകുന്നു. അതിൽ നിന്നും പ്രകാശധോരണികൾ ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയെ ധവളമാക്കുന്നു. തന്മൂലം ഇലകൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കൂടുതൽ ഉയരമുള്ളതും കൂടുതൽ കറുത്തതുമായി തോന്നിക്കുന്നു. അതിർത്തികളായി ഉയർത്തിയിരിക്കുന്ന ചെറുഭിത്തികൾ അവിടെ നിൽക്കുന്നത് പാലുപോലെ വെളുത്തു കാണുന്നു. അകലെ കാണുന്ന ഒരു ചെറിയ വീട് ഒരു കറാറ മാർബിൾ കട്ട പോലെ ഇരിക്കുന്നു. എൻ്റെ വലതുവശത്ത് 4 വശവും കെട്ടിയടച്ചിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണുന്നു. 2 വശങ്ങളിൽ മുൾച്ചെടി കൊണ്ടുള്ള പൊക്കം കുറഞ്ഞ വേലിയാണുള്ളത്. മറ്റു 2 വശങ്ങളിലും പൊക്കം കുറഞ്ഞ പരുക്കൻ ഭിത്തികൾ. ആ 2 ഭിത്തിയിൽ താങ്ങി നിർത്തുന്ന പരന്ന ഒരു ഷെഡാണത്. പകുതി കല്ലുകെട്ടും പകുതി തടിപ്പണിയുമായി തീർന്നിരിക്കുന്ന ഷെഡ്. വേനൽക്കാലത്ത് തടിപ്പണിയെടുത്തു മാറ്റിയാൽ ഒരു പോർട്ടിക്കോ പോലെ ഇരിക്കും. അവിടെ നിന്ന് ഇടവിട്ട ആടിൻ്റെ കരച്ചിൽ കേൾക്കാം. സ്വപ്നം കാണുന്ന ആട്ടിൻകുട്ടികളോ അഥവാ ചന്ദ്രൻ്റെ വലിയ പ്രകാശം പ്രഭാതമാണെന്ന് കരുതുന്ന ആടുകളോ ആയിരിക്കാം ഇങ്ങനെ കരയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശം കൂടിക്കൂടി വരുന്നു. കൂടുതൽ ശക്തിയുള്ളതായി തീരുന്നു. ചന്ദ്രൻ ഭൂമിയിലേക്ക് അടുത്തു വരുന്നത് പോലെയോ ഏതോ അജ്ഞാതവും നിഗൂഢവുമായ ഒരു അഗ്നി അതിലുള്ളതുപോലെയോ പ്രകാശം അത്ര ശക്തിമത്താണ്. ഒരിടയൻ വാതിലിനു വെളിയിലേക്ക് നോക്കുന്നു.
ഒരു കൈ നെറ്റിയിൽ വെച്ച് കണ്ണുകൾക്ക് മറയാക്കിക്കൊണ്ട് മുകളിലേക്ക് നോക്കുന്നു. ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നിന്നും കണ്ണുകളെ രക്ഷിക്കാൻ കണ്ണിന് മറ പിടിക്കുക എന്നത് അസംഭവ്യമായി തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം വളരെ വലുതാണ്. കണ്ണുകൾ കാണാൻ പാടില്ലാതാകാത്ത വിധം അത്ര ശക്തമാണ്. പ്രത്യേകിച്ച് ഇരുട്ടത്ത് മുറിയിൽ നിന്നും വെളിയിലേക്ക് വരുന്നവരുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രകാശം. എല്ലാം പ്രശാന്തമാണ്. എന്നാൽ ചന്ദ്രൻ്റെ അസാധാരണമായ ഈ പ്രകാശം അത്ഭുതമുളവാക്കുന്നു. ഇടയൻ കൂട്ടുകാരെയെല്ലാം വിളിക്കുന്നു. അവരെല്ലാം വാതിൽക്കലേക്ക് വരുന്നു. രോമാവൃതമായ ശരീരമുള്ള പല പ്രായക്കാരായ മനുഷ്യർ. ചിലർ ചെറുപ്പക്കാരാണ്, ചിലർ നരച്ചു തുടങ്ങി. അസാധാരണമായ ഈ കാഴ്ചയെക്കുറിച്ച് അവർ തമ്മിൽ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. പ്രായം കുറഞ്ഞവർക്ക് ഭയമാകുന്നു. 12 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ബാലന് കൂടുതൽ പേടിയാകുന്നു. അവൻ കരയാൻ തുടങ്ങുന്നു. അത് കണ്ട് മറ്റുള്ളവരെല്ലാം അവനെ പരിഹസിക്കുന്നു. അവരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ പറയുന്നു, എടാ വിഡ്ഢി, നീ എന്തിനാണ് പേടിക്കുന്നത്? അന്തരീക്ഷം വളരെ പ്രശാന്തമാണെന്ന് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ചന്ദ്രൻ്റെ തെളിവുറ്റ പ്രകാശം നീ ഒരിക്കലും കണ്ടിട്ടില്ലേ? നീ എപ്പോഴും അമ്മയുടെ ഉടുപ്പിൽ പിടിച്ച് തൂങ്ങിയാണ് കഴിയുന്നത് അല്ലേ? എന്നാൽ നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരിക്കൽ ഞാൻ ലെബനോൻ പർവ്വതനിരകൾ വരെയുള്ള ദൂരം പോയി. അത് കഴിഞ്ഞ് കുറേ കൂടെ ദൂരം പോയി. വളരെ ഉയരത്തിൽ. ഞാൻ ചെറുപ്പമായിരുന്നു. നടക്കുന്നത് രസവുമായിരുന്നു. അന്ന് എനിക്ക് പൈസയുമുള്ള കാലമായിരുന്നു. എന്നിട്ട് ഒരു രാത്രി ഞാൻ ശക്തിയേറിയ ഒരു പ്രകാശം കണ്ടു. ഞാൻ വിചാരിച്ചു ഏലീശ അഗ്നിരഥത്തിൽ തിരിച്ചു വരികയായിരിക്കുമെന്ന്. പ്രായമുള്ളൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ലോകത്തിലെന്തോ ഒരു വലിയ സംഭവം ഉണ്ടാകാൻ പോകുന്നുവെന്ന്. എന്നാൽ ഒരു വലിയ ആപത്താണ് ഉണ്ടായത്. കാരണം റോമൻ പടയാളികൾ വന്നു. ഓ, എന്തെല്ലാം കാര്യങ്ങൾ നീ കാണും, നീ കുറേ നീണ്ട കാലത്തേക്ക് ജീവിച്ചിരുന്നാൽ. എന്നാൽ ഇടയ ബാലൻ അയാളെ ശ്രദ്ധിക്കുന്നതേയില്ല. അവൻ്റെ ഭയമെല്ലാം നീങ്ങിയതുപോലെയുണ്ട്. കാരണം അവൻ വാതിൽക്കൽ നിന്നും മാറുന്നു. നേരത്തെ പേടി നിമിത്തം തടിയനായ ഒരു ഇടയൻ്റെ പിന്നിൽ ഒളിച്ചു നിന്ന അവൻ മെല്ലെ അവിടെ നിന്നും നീങ്ങി വെളിയിലേക്ക് പോകുന്നു. ഷെഡിൻ്റെ മുൻഭാഗത്തുള്ള പുൽപ്രദേശത്തെ ആലയിലേക്കാണ് പോകുന്നത്. അവൻ മുകളിലേക്ക് നോക്കി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ നടക്കുന്നു. എന്തോ മാസ്മരശക്തിയാൽ ആകർഷിക്കപ്പെട്ടതുപോലെ ഒരു നിമിഷത്തിൽ അവൻ സ്വരമുയർത്തി ഓ എന്ന് പറഞ്ഞ് കൈകൾ മുന്നോട്ട് നീട്ടി. ഭയചകിതനായി നിശ്ചലനായി നിലകൊള്ളുന്നു. അവൻ്റെ കൂട്ടുകാർ പരസ്പരം നോക്കി മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നു. ആ, അവനെ നാളെ തന്നെ അവൻ്റെ അമ്മയുടെ പക്കലേക്ക് ഞാൻ പറഞ്ഞയക്കും. ആടിനെ നോക്കാൻ ഭ്രാന്തന്മാരെ ഒന്നും എനിക്ക് വേണ്ട, വേറൊരാൾ പറഞ്ഞു. നേരത്തെ സംസാരിച്ച വൃദ്ധൻ പറയുന്നു, അവനെ വിധിക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് പോയി നോക്കാം. ഉറങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെയും വിളിക്കൂ, വടിയും എടുത്തുകൊള്ളൂ. വല്ല കാട്ടുമൃഗങ്ങളോ കള്ളന്മാരോ ആയിരിക്കാം. അവർ അകത്ത് ചെന്ന് മറ്റുള്ളവരെ വിളിച്ചു. എല്ലാവരും പന്തങ്ങളും വടിയുമായി പുറത്തേക്കിറങ്ങുന്നു. ബാലൻ്റെ അടുക്കലെത്തി. അവൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, അതാ അവിടെ വൃക്ഷത്തിന് മുകളിൽ അടുത്തു വരുന്ന ആ വെളിച്ചം നോക്കൂ. അത് ചന്ദ്രൻ്റെ രശ്മിയുടെ മീതെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അതാ അവിടെ അത് അടുത്തു വരുന്നു. എത്ര മനോഹരമാണത്. എനിക്ക് കുറേ തെളിവുള്ള പ്രകാശം കാണാനേ കഴിയുന്നുള്ളൂ. എനിക്കും അങ്ങനെ തന്നെ ഇങ്ങനെ മറ്റുള്ളവരെല്ലാം പറയുന്നു. അല്ല, ഒരു ശരീരം പോലെ എന്തോ ഒന്ന് ഞാൻ കാണുന്നു. മേരിക്ക് പാൽ കൊടുത്ത ആ ഇടയൻ പറയുന്നു. അതെ, അതൊരു ദൈവദൂതനാണ്, ബാലൻ വിളിച്ചു പറയുന്നു. അവൻ ഇവിടെയുണ്ട്. അവൻ താഴേക്ക് വരികയാണ്. അവൻ അടുത്തു വരികയാണ്. താഴേക്ക്. എല്ലാവരും മുട്ടിന്മേൽ. ദൈവത്തിൻ്റെ ദൂതന് മുൻപിൽ. ദീർഘവും ആദരവും വണക്കവും നിറഞ്ഞതുമായ ഒരു ഓ എല്ലാവരിലും നിന്നുയരുന്നു. എല്ലാവരും കമിഴ്ന്നു വീണും മുഖം നിലത്ത് ചേർത്ത് വെച്ചു കഴിഞ്ഞു. പ്രകാശപൂർണമായ ആ ദർശനത്തിൽ പ്രായം കൂടിയവർ ഏറെ തകർന്ന പോലെ കാണപ്പെടുന്നു. ചെറുപ്പക്കാരെല്ലാം മുട്ടിമേൽ നിന്ന് അടുത്തടുത്ത് വരുന്ന ദൈവദൂതനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഷെഡിരിക്കുന്ന സ്ഥലത്തിന് മുകളിലെത്തിയപ്പോൾ ദൂതൻ ഇടവിധാനത്തിൽ നിശ്ചലനായി നിൽക്കുന്നു. തൻ്റെ വലിയ ചിറകുകൾ വീശിക്കൊണ്ട് ചന്ദ്രികയ്ക്കുള്ളിൽ മുത്തുപോലെയുള്ള പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്നു. ഭയപ്പെടേണ്ട,
ഞാൻ നിങ്ങൾക്ക് ആപത്തൊന്നും കൊണ്ടുവരികയില്ല. ഒരു വലിയ സന്തോഷ വാർത്ത ഇസ്രയേൽ ജനത്തിനും ലോകത്തിലുമുള്ള എല്ലാവർക്കുമായി ഞാൻ അറിയിക്കുന്നു. ദൈവദൂതൻ്റെ സ്വരം വീണയുടെയും അനേകം രാപ്പാടികളുടെയും സ്വരം ഒന്നു ചേർത്ത് ഇണക്കിയതുപോലെയുണ്ട്. ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ ദൈവദൂതൻ തൻ്റെ ചിറകുകൾ കൂടുതൽ കൂടുതൽ വിരിക്കുന്നു. അടക്കാനാവാത്ത സന്തോഷത്താൽ ചിറകുകൾ വീശുന്നു. ആ ചിറകുകളിൽ നിന്ന് സ്വർണ്ണ തീപ്പൊരികളും വിലപിടിച്ച രക്തങ്ങളും താഴേക്ക് വീഴുന്നത് പോലെ കാണുന്നു. വിജയാഗമനം തീർക്കുന്ന ഒരു മഴവില്ല് പോലെ ദരിദ്രമായ ആ ഷെഡിന് മുകളിൽ ദൈവദൂതൻ നിൽക്കുന്നു. മിശിഹായാകുന്നു രക്ഷകൻ. ദൈവദൂതൻ കൂടുതൽ പ്രകാശമാനമായി വെളിച്ചം വീശി മിന്നുന്നു. അവൻ ചിറകുകൾ രണ്ടും ഇപ്പോൾ നിശ്ചലമായി മുകളിലേക്ക് നോക്കി ഉയർത്തി നിൽക്കുന്നു. ഇന്ദ്രനീല കല്ലുപോലെയും സമുദ്രത്തിന്മേൽ കാണപ്പെടുന്ന രണ്ട് കപ്പൽ പായകൾ പോലെയുമുള്ള ആ ചിറകുകൾ ആകാശത്തിലേക്ക് ഉയർന്ന രണ്ട് വലിയ തീജ്വാലകൾ പോലെയാണ് കാണപ്പെടുന്നത്. കർത്താവായ മിശിഹ ദൈവദൂതൻ തൻ്റെ മിന്നിത്തിളങ്ങുന്ന ചിറകുകൾ ഒതുക്കി അതുകൊണ്ട് സ്വയം മൂടുന്നു. മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിന്മേൽ ധരിക്കുന്ന വജ്രനിർബന്ധമായ ഒരു പുറംകുപ്പായം പോലെ തോന്നിക്കുന്നു. കൈകൾ രണ്ടും വിലങ്ങനെ നെഞ്ചത്ത് ചേർത്ത് വെച്ച് തലകുനിച്ച് താണു ആരാധന അർപ്പിക്കുന്നു. ഒതുക്കി വച്ചിരിക്കുന്ന ചിറകുകളുടെ ഇടയിൽ ദൈവദൂതൻ്റെ ശിരസ് മറഞ്ഞിരിക്കുന്നു. നിശ്ചലവും പ്രകാശപൂർണവുമായ ഒരു ദീർഘചതുര രൂപം മാത്രം കുറച്ചു സമയത്തേക്ക് കാണപ്പെടുന്നു. ഇപ്പോൾ ദൈവദൂതൻ ചലിക്കുന്നു. ചിറകുകൾ വിടർത്തുന്നു. തല ഉയർത്തി സ്വർഗീയമായൊരു പുഞ്ചിരിയോടെ പറയുന്നു, ഈ അടയാളങ്ങളാൽ നിങ്ങൾ അവനെ തിരിച്ചറിയും. ബേത്ലഹേമിൻ്റെ പിൻഭാഗത്ത് ദരിദ്രമായ ഒരു കാലിക്കൂട്ടിൽ പിള്ളക്കച്ചകളാൽ ആവൃതനായ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. മൃഗങ്ങളുടെ പുൽത്തൊട്ടിയിൽ അവനെ കാണും. കാരണം ദാവീദിൻ്റെ പട്ടണത്തിൽ മിശിഹായ്ക്ക് സ്ഥലം കിട്ടിയില്ല. ഇതു പറയുമ്പോൾ ദൈവദൂതൻ ഗൗരവസ്ഫുരിച്ച് ദുഃഖിതനായി കാണപ്പെടുന്നു. പിന്നീട് സ്വർഗത്തിൽ നിന്നും അനേക ദൈവദൂതന്മാർ, ഓ എത്രയധികം, അവനെപ്പോലെ തന്നെയുള്ളവർ താഴേക്കിറങ്ങി വരുന്നു. ഒരു കോവണിയായി തിങ്ങിയിറങ്ങി വരുന്നു. അവരുടെ ആനന്ദത്തിൻ്റെ സ്വർഗീയ പ്രഭയിൽ ചന്ദ്രിക മങ്ങിപ്പോകുന്നു. വാർത്ത അറിയിച്ച ദൈവദൂതൻ്റെ ചുറ്റും കൂടി അവർ ചിറകടിച്ച് സൗരഭ്യം വിതറുന്നു. മധുരമായ സംഗീതം ആലപിക്കുന്നു. സൃഷ്ടികളുടെ സ്വരങ്ങളിൽ ഏറ്റവും മാധുര്യമേറിയവ ആ സ്വർഗീയ സംഗീതത്തിൻ്റെ ഓർമ്മയെന്നതുപോലെ മാത്രമേയുള്ളൂ. എത്ര ഇമ്പകരമായ സംഗീതം! സംഗീതത്തിൻ്റെ സമ്പൂർണ്ണ മാധുരി. ചിത്രരചന പദാർത്ഥങ്ങളെ ഭാരമില്ലാത്തതായി അവതരിപ്പിക്കുന്നെങ്കിൽ സംഗീതം അതിൻ്റെ രാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് സൂചന നൽകുന്നു. ഈ രാഗം കേൾക്കുമ്പോൾ പർദീസ എന്താണെന്ന് നമ്മൾ അറിയും. അവിടെ എല്ലാം സ്നേഹത്തിൻ്റെ താളലയം മാത്രം. അനുഗ്രഹീതരായ ആത്മാക്കളെ ആനന്ദിപ്പിക്കുമാറ് അത് ദൈവത്തിൽ നിന്നും പ്രസരിക്കുന്നു. അവരിൽ നിന്നും ദൈവത്തിങ്കലേക്ക് അവ തിരിച്ചു ചെന്ന് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവദൂതന്മാരുടെ സ്തുതിഗീതം പ്രശാന്തമായ ആ നാട്ടിൻപുറത്ത് അകലങ്ങളിൽ അകലങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ആ പ്രകാശധോരണിയും പരന്നൊഴുകി. പക്ഷികൾ പ്രഭാതകിരണങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടുന്നു. ആടുകൾ സൂര്യൻ വേഗം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരയുന്നു. എന്നാൽ കാലിത്തൊഴുത്തിലെ കാളയുടെയും കഴുതയുടെയും കാര്യത്തിലെന്ന പോലെ മൃഗങ്ങളും പക്ഷികളും അവയുടെ സൃഷ്ടാവിനെ സ്വാഗതം ചെയ്യാൻ കരയുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അവയുടെ സൃഷ്ടാവ് ഒരു മനുഷ്യനെന്ന നിലയിലും ദൈവമെന്ന നിലയിലും അവരെ സ്നേഹിക്കുവാനായി അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണല്ലോ. സംഗീതം സാവധാനത്തിൽ മങ്ങി ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ പ്രകാശവും. ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറുന്നു. ഇടയന്മാർ ആനന്ദ സുഷുപ്തിയിൽ നിന്നുണർന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്നു. നീ കേട്ടോ, നമുക്ക് പോയി കാണണ്ടേ? അപ്പോൾ മൃഗങ്ങളുടെ കാര്യം എങ്ങനെ? ഓ, അവയ്ക്കൊന്നും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനല്ലേ നമ്മൾ പോകുന്നത്. പക്ഷേ എങ്ങോട്ടാണ് നമ്മൾ പോകുക? ഇന്ന് ജനിച്ചു എന്നല്ലേ പറഞ്ഞത്. ബെത്ലഹേമിൽ പാർക്കാൻ സ്ഥലം കിട്ടിയില്ലെന്നും മേരിക്ക് പാൽ കൊടുത്ത ആ ഇടയനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ കൂടെ വരൂ, എനിക്കറിയാം അവൻ എവിടെയാണെന്ന്. ആ സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് വളരെ ദുഃഖം തോന്നി. അവളോട് സഹതാപം തോന്നി. അവളെ പ്രതി എങ്ങോട്ട് പോകണമെന്നും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. കാരണം അവർക്ക് താമസ സ്ഥലം കിട്ടുകയില്ലെന്ന് എനിക്ക് തോന്നി.
അവൾക്ക് കൊടുക്കാനായി ആ മനുഷ്യന് ഞാൻ കുറേ പാലും കൊടുത്തു. അവൾ വളരെ ചെറുപ്പമാണ്, അതീവ സുന്ദരിയുമാണ്, നമ്മോട് സംസാരിച്ച ആ ദൈവദൂതനെ പോലെ. അവളും നല്ലവളും കരുണയുള്ളവളുമായിരിക്കണം. വരൂ, നമുക്ക് പോയി കുറേ പാലും ചീസും ആട്ടിൻകുട്ടികളെയും നല്ല ആട്ടിൻതോലും കൊണ്ടുവരാം. അവർ വളരെ ദരിദ്രരായിരിക്കണം. അവൻ എത്ര തണുപ്പ് സഹിക്കുന്നുണ്ടായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവൻ്റെ പേര് ഉച്ചരിക്കാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. ഓർത്തു നോക്കൂ, ദരിദ്രനായ ഒരുവൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ അവൻ്റെ അമ്മയോട് സംസാരിച്ചത്. കഷ്ടം.